പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് സ്മോൾ പീസാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗൾ ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കടലമാവാണ് പിന്നെ അതിലേക്ക് ചേർക്കുന്നത്. ഗോതമ്പ് മാവ് റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് ഗോതമ്പ് മാവായാലും മതി, കുഴപ്പമില്ല. 2 സ്പൂൺ കടലമാവ് ചേർക്കണം അതിലേക്ക്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/4 സ്പൂണൊക്കെ മതി മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു സ്മോൾ പിഞ്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി അത് ഇളക്കി നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് സോഫ്റ്റ്നെസ് പഴംപൊരിയിലുണ്ടാകും. കുറേശ്ശെ വെള്ളം ഒഴിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ നല്ല ഒരു ബാറ്റർ തയ്യാറായി കിട്ടും. അപ്പം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിനാവശ്യമായ ബാറ്റർ തയ്യാറായി. ഇനി നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കാൻ ആവശ്യമായ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബെല്ലൈക്കൺ ഓളാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. പഴം മുങ്ങി കിടക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. ഞാനിവിടെ സ്മോൾ പീസായിട്ടാണ് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളനെയുള്ള പീസാക്കി അരിയാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടാവണം, എന്നാലേ നല്ല സ്വാദുള്ള പഴംപൊരി ലഭ്യമാവുള്ളൂ. എന്നിട്ട് ആ മാവിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം നന്നായി മുക്കി ആ മാവ് ശരിക്കും പിടിക്കുന്ന രീതിയിലേക്ക് അതിൽ മുക്കി എടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, കണ്ടോ? മാവ് നന്നായി പിടിക്കുന്ന രീതിയിൽ നേന്ത്രപ്പഴത്തിൻ്റെ പീസ് അതിൽ മുക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് സ്മോൾ പീസ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ചീനച്ചട്ടി ആണെങ്കിൽ വലിയ പീസ് ആയി പഴം പൊരിച്ചെടുക്കാവുന്നതാണ്. പീസ് അരിയുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് കട്ടിയാവാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, വളരെ സോഫ്റ്റായ ഹെൽത്തിയായ പഴംപൊരി നമുക്ക് കിട്ടും. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ ഓണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ കയ്യിലും നേന്ത്രപ്പഴം ഉണ്ടായിരിക്കും. വളരെ സോഫ്റ്റായ നല്ല ടേസ്റ്റുള്ള നേന്ത്രപ്പഴം കിട്ടും. മൈദ ചേർക്കും വേണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി എല്ലാവരും പരീക്ഷിച്ച് നോക്കേണ്ടതാണ്.